സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിൽ നിന്ന് 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയെന്നാണ് കണ്ടെത്തൽ. മോഷ്ടിച്ച സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നാണ് പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ പങ്കുണ്ട്. മാത്രമല്ല, സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി. ഉദ്യോഗസ്ഥർ കൂടി ഭാഗമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് കൽപേഷ് എന്നയാൾ വന്നതെന്നും പോറ്റി മൊഴി നൽകി. സ്വർണം ചെമ്പുപാളികളായി എഴുതാൻ ഉദ്യോഗസ്ഥർ സഹായിച്ചെന്നും പോറ്റിയുടെ മൊഴിയുണ്ട്. ഇത് വ്യക്തമാക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ. പ്രതിപ്പട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരാണ് പോറ്റിക്ക് സ്വർണ്ണമോഷണത്തിന് ഒത്താശ ചെയ്ത് നൽകിയതെന്നാണ് കണ്ടെത്തൽ. കൂടാതെ പോറ്റി സാമ്പത്തിക നേട്ടത്തിനായി ശില്പങ്ങളും പാളികളും പ്രദർശിപ്പിച്ചെന്ന ഗുരുതര കണ്ടെത്തലും റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലുമുണ്ട്. ഇതുകൂടാതെ മറ്റു സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്ന് വലിയ അളവിൽ സ്വർണം വാങ്ങി പോറ്റിയത് കൈവശപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെതിരെയും പോറ്റി മൊഴി നൽകി. സ്മാർട്ട് ക്രിയേഷൻസിലും വൻ ഗൂഢാലോചന നടന്നു. അവരുടെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഹൈദരാബാദിലെ നാഗേഷും തമ്മിൽ ബന്ധമുണ്ട്. എന്നാൽ കട്ടിളപ്പാളിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായിട്ടില്ലെന്നാണ് പോറ്റിയുടെ മൊഴി. കട്ടിളപ്പാളികളിൽ സ്വർണം പൂശി വന്നപ്പോൾ സാമ്പത്തിക നഷ്ടമുണ്ടായി. പിന്നീട് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയി സ്വർണം തട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ ദുരൂഹ കൂടിക്കാഴ്ച നടന്നതായും പോറ്റിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായി. പോറ്റി കഴിഞ്ഞയാഴ്ച ചെന്നൈയിലേക്ക് പോയി പങ്കജ് ഭണ്ഡാരിയുമായി കൂടിക്കാഴ്ച നടത്തി. പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകാനെത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.